ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഈ ദിവസങ്ങളിലെല്ലാം അപ്പോസ്തലനായ പൗലോസിനെക്കുറിച്ചും പൗലോസിൻ്റെ മിഷണറി യാത്രയെക്കുറിച്ചും പൗലോസിൻ്റെ സ്വഭാവവിശേഷതകളെക്കുറിച്ചും പഠിക്കുകയായിരുന്നല്ലോ. കഴിഞ്ഞ ആഴ്ച നാം പൗലോസ് മുഖാന്തരം രക്ഷിക്കപ്പെട്ട ഓനോസിമോസിനെക്കുറിച്ചും ഓനോസിമോസിനോടുള്ള കരുതലിനെക്കുറിച്ചും പഠിച്ചു. ഇന്ന് നമ്മൾക്ക് പൗലോസിൻ്റെ കൂടെ കർത്താവിൻ്റെ വേല ചെയ്ത തിമത്തിയോസിനെക്കുറിച്ച് നമ്മൾക്ക് ചില കാര്യങ്ങൾ പഠിക്കാം. പൗലോസ് അപ്പോസ്തലൻ തിമത്തിയോസിനേക്കാളും വലിയ ഉയർന്നൊരു വ്യക്തിത്വമുള്ളൊരു വ്യക്തിയാണെന്ന് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ തിമത്തിയോസിനെ കാണുമ്പോൾ എപ്പോഴും പറയുന്നത്, ഒന്നാമതായിട്ട് തിമത്തിയോസിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലന് പറയാനുള്ളത് കൂട്ടുവേലക്കാരൻ എന്നാണ്. നമുക്കൊരു വാക്യം വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 16:21 വാക്യം. എൻ്റെ കൂട്ടുവേലക്കാരനായ തിമത്തിയോസും എൻ്റെ ചർച്ചക്കാരായ ലൂക്കോസും എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്, എൻ്റെ കൂട്ടുവേലക്കാരൻ. അപ്പോൾ തന്നെ പോലെ തന്നെ ഒരു വ്യത്യാസവുമില്ലാത്ത ഒരു ഈക്വലായിട്ട് പൗലോസ് തിമത്തിയോസിനെ കാണുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. ഇന്ന് പലപ്പോഴും അങ്ങനെ കാണുകയില്ല. സീനിയറായിട്ടുള്ളവർ ജൂനിയറായിട്ടുള്ളവരെ അവർ ചെയ്ത ഞാനാണ് കൂടുതൽ വേല ചെയ്തത്, എനിക്കാണ് കൂടുതൽ കഴിവ്, ഞാനാണ് കൂടുതൽ ചെയ്ത് എന്നുള്ള ആറ്റിറ്റ്യൂഡ് കൂടി, അല്ലെങ്കിൽ ഞാനാണ് സീനിയർ എന്നുള്ള ആറ്റിറ്റ്യൂഡ് കൂടി ജീവിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ തിമത്തിയോസിനെ കാണുന്നത് എൻ്റെ കൂട്ടുവേലക്കാരൻ എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1 അധ്യായത്തിൻ്റെ കാണുന്നത് ക്രിസ്തയേശുവിൻ്റെ ദാസന്മാരായ പൗലോസും തിമത്തിയോസും, രണ്ടുപേരെയും തുല്യമായിട്ടാണ് അവിടെ കാണുന്നത്. ക്രിസ്തയേശുവിൻ്റെ ദാസന്മാരായ പൗലോസും തിമത്തിയോസും അവിടെയും ഒരു വ്യത്യാസവും നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. ലേഖനങ്ങളെല്ലാം നമുക്കത് നോക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ തനിക്ക് ഈക്വലായിട്ടാണ് തിമത്തിയോസിനെ കാണുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും. ദൈവ ഇഷ്ടത്താൽ ക്രിസ്തയേശുവിൻ്റെ രണ്ടാമതായിട്ട് കൂട്ടുവേലക്കാരനെന്ന് ആദ്യം പറയുന്നുവെങ്കിൽ, രണ്ടാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് രണ്ടുപേരെക്കുറിച്ചും സഹോദരൻ എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്ന അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമത്തിയോസും കൊലോസ്യർ 1:1 അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ 2 കൊരിന്ത്യർ 1:1 നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 2 കൊരിന്ത്യർ 1:1 ദൈവ ഇഷ്ടത്താൽ ക്രിസ്തയേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമത്തിയോസും കൊരിന്ത്യയിലുള്ള ദൈവസഭയ്ക്ക്, അവിടെയും രണ്ടുപേരെയും ഒന്നിച്ചാണ് കൂട്ടുവേലക്കാർ അവർ. അതുപോലെയല്ല എൻ്റെ സഹോദരനായ കാണാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അപ്പോസ്തലൻ തിമത്തിയോസിനെ കുറിച്ച് പറയുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്ന ഒരു മകനെ പോലെ തിമത്തിയോസിനെ കാണുന്നത്. ഒരേ പൊസിഷനിലുള്ള ഈക്വലായിട്ടാണ് ആദ്യം നമുക്ക് തിമത്തിയോസിനെ പൗലോസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴെല്ലാം കാണുന്നത്. അവനെൻ്റെ സഹോദരനാണ് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 1 കൊരിന്ത്യർ 4:17 വാക്യത്തിൽ നാം വായിക്കുന്നു. 1 കൊരിന്ത്യർ 4:17 വാക്യത്തിൽ നാം കാണുന്നത്, അവിടെ അപ്പോസ്തലനായ പൗലോസ് തിമത്തിയോസിനെ കുറിച്ച് പറയുമ്പോൾ ഇത് നിമിത്തം കർത്താവിൽ വിശ്വസ്തനും എൻ്റെ പ്രിയ മകനുമായ തിമത്തിയോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഞാൻ എങ്ങും അവിടെ കാണുന്ന എൻ്റെ പ്രിയ മകനായ തിമത്തിയോസിനെ അത്രമാത്രം സ്നേഹിച്ച ഒരു വ്യക്തിയായിട്ട് തിമത്തിയോസിനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ ആദ്യത്തെ മിഷണറി യാത്രയിൽ തിമത്തിയോസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. പിന്നെയുള്ള 2, 3, 4 ഉള്ള മിഷണറി യാത്രകളെല്ലാം തിമത്തിയോസ് കൂടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള പറയുമ്പോൾ ഈക്വലായിട്ടുള്ള തിമത്തിയോസിന് ഈക്വലായിട്ടുള്ള ആ തുല്യത്വം കൊടുത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിയുമ്പോൾ എൻ്റെ മകൻ
4:17 നമുക്ക് ഫിലിപ്പിയർ, അതുപോലെ 2 തിമോത്തിയോസ് 2:1 പറയുന്ന എൻ്റെ മകനെ എന്ന് വിളിച്ചുകൊണ്ടാണ്. എൻ്റെ മകനെ, ക്രിസ്തയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. അവിടെ നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവർ ഉപദേശിക്കാൻ വിശ്വസ്ത മനുഷ്യനെ ഫലമേൽപ്പിക്കുക. എൻ്റെ മകനെ എന്ന് കാണാനായിട്ട് സാധിക്കും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരുമ്പോൾ അതുതന്നെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഫിലിപ്പിയർ 2:20 മുതലുള്ള വാക്യത്തിൽ 19 മുതലുള്ള വാക്യം, എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണക്കേണ്ടതിന് തിമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാമെന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നത്. അവനോ മകൻ അപ്പന് ചെയ്യുന്ന പോലെ എന്നോടുകൂടെ സുവിശേഷഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവൻ്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. ആകയാൽ എൻ്റെ കാര്യം എങ്ങനെയാകും എന്നറിഞ്ഞുടനെ ഞാൻ അവനെ അയപ്പാൻ ആശിക്കുന്നു. ഇവിടെ മകനെ എന്ന് വിളിച്ചുകൊണ്ട് എന്ന് നമുക്ക് സംബോധന ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ആ തിമോത്തിയോസിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കുമ്പോൾ തിമോത്തിയോസിന് അനേക ഗുണങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ തന്നെ പറയുന്നുണ്ട് വിശ്വസ്തനായ ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് തിമോത്തിയോസിനെ കുറിച്ച് പറയുമ്പോൾ മറ്റുള്ളവർ സ്വന്തം കാര്യം നോക്കുമ്പോൾ അവൻ കർത്താവിൻ്റെ കാര്യം നോക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ കാര്യം നോക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല മൂന്നാമതായിട്ട് കഴിയുമ്പോൾ കർത്താവിൻ്റെ വേല വിശ്വസ്തയോടുകൂടി ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് അവനെ കാണുവാനായിട്ട് സാധിക്കും. 1 കൊരിന്ത്യർ 4:17 വാക്യത്തിൽ 1 കൊരിന്ത്യർ 4:17 വാക്യത്തിൽ നമ്മൾ കാണുന്ന ഈ 17 നമ്മൾ കാണുന്നത് കർത്താവ് വിശ്വസ്തനും എൻ്റെ പ്രിയ മകനുമായ തിമോത്തിയോസിന് ഞാൻ എങ്ങും ഏത് സഭയിൽ ഉപദേശിക്കുന്ന പോലെ ക്രിസ്തുവിലുള്ള എൻ്റെ വഴികളെ അവൻ നിങ്ങളെ ഓർപ്പിക്കും. ഉപദേശം നന്നായിട്ട് അറിയുന്ന തിമോത്തിയോസിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഉപദേശം നന്നായിട്ടറിയാം, അവൻ വിശ്വസ്തനാണ്. മാത്രമല്ല പൗലോസിനെ പോലെ തന്നെ ഉപദേശിപ്പാൻ കഴിവുള്ള തിമോത്തിയോസിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഉപദേശം നന്നായിട്ടറിയുന്ന പൗലോസിനെ കാണുവാൻ. ഈ തിമോത്തിയോസിനെ കുറിച്ച് നമുക്ക് ആദ്യമായിട്ട് കാണുന്നത് അപ്പോസ്തല പ്രവൃത്തികളാണ്. തിമോത്തിയോസിനെ കുറിച്ച് പറയുമ്പോൾ അവൻ്റെ അപ്പൻ ഒരു യവനനായിരുന്നു, അമ്മ ഒരു യഹൂദ സ്ത്രീയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മയെക്കുറിച്ച്, അമ്മയും വല്യമ്മയെയും കുറിച്ച് നമുക്ക് 2 തിമോത്തിയോസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2 തിമോത്തിയോസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന അവൻ്റെ അമ്മയും വല്യമ്മയും അവർ വളരെ ഭക്തിയുള്ള ആ വിശ്വാസം നിൻ്റെ വലിയമ്മ ലോബീസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെക്കുറിച്ച് കാണുന്നത് അവരുടെ സ്വഭാവവിശേഷതയെക്കുറിച്ച് അവിടെ പറയുമ്പോൾ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഉടമകളായിരുന്നു അമ്മയും വല്യമ്മയും. അതുപോലെ തന്നെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഉടമയായിരുന്നു ഈ തിമോത്തിയോസ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ വിശ്വസ്തനായിരുന്നു, ഉപദേശം നന്നായിട്ട് അറിയാമായിരുന്നു, മറ്റുള്ളവരെ കരുതുന്നവനായിരുന്നു, തനിക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടി കരുതുന്ന വ്യക്തിയായിരുന്നു, നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഉടമയായിരുന്നു. മാത്രമല്ല അവൻ നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 16:2 വാക്യത്തിൽ അവൻ ലുസ്ത്രയിൽ ഇക്കോനിയിലുള്ള സഹോദരന്മാർ നല്ല സാക്ഷ്യം കൊണ്ടവനുമായിരുന്നു. അങ്ങനെയുള്ള തിമോത്തിയോസ് ആണ് പൗലോസിൻ്റെ കൂടെ ഉണ്ടായിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ തിമോത്തിയോസിനെ പൗലോസ് സ്വന്തം മകനെ പോലെ സ്നേഹിച്ച് അവനെ തുല്യമായിട്ട് കണ്ടുകൊണ്ട് അവനെ പ്രോത്സാഹിപ്പിച്ച് അവനെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ഒന്നിച്ചു കൊണ്ട് നടക്കുന്ന പൗലോസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവസാനമായിട്ട് നമുക്ക് 1 തിമോത്തിയോസും 2 തിമോത്തിയോസും വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ ലേഖനങ്ങളാണ് എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കും. അതിലനേക കാര്യങ്ങൾ തിമോത്തിയോസിനെ കുറിച്ച് പറയുന്നുണ്ട്. തിമോത്തിയോസിൻ്റെ നിർവ്യാജ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെയല്ല, തിമോത്തിയോസ് വളരെ താഴ്മയുള്ള, വളരെ വിനയമുള്ളൊരു വ്യക്തിയായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. മാത്രമല്ല തിമോത്തിയോസിനോട് പറയുകയാണ്, നീ കേട്ടതെല്ലാം നീ മറ്റുള്ളവരെ നീ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോ കാര്യങ്ങളും അവന് പറഞ്ഞു കൊടുക്കുന്ന പൗലോസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവസാനമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ തിമോത്തിയോസിനോട് പറയുകയാണ്,
അതിൻ്റെ 2 തിമോത്തിയോസ് 4:9 വാക്യത്തിൽ പറയാണ്. അതിൻ്റെ 8 വാക്യത്തിൽ പറയുന്നതാണ്, ഞാൻ നല്ല പോർപോരുതോട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഞാൻ ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് തിമോത്തിയോസിനോട് പറയാണ്, നീ വേഗത്തിൽ എൻ്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കാം. എനിക്ക് നീ എൻ്റെ അടുക്കൽ വരണം. ആ ലാസ്റ്റ് സമയത്ത് മുമ്പ് എനിക്ക് നിന്നെ കാണണം, നീ എൻ്റെ അടുക്കൽ വരണം എന്ന് തിമോത്തിയോസിനോട് പറയുകയാണ്. മാത്രമല്ല, മർക്കോസിനെയും എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ള അവനെ കൂട്ടിക്കൊണ്ട് വരിക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പൗലോസ് അപ്പോസ്തലൻ ലാസ്റ്റ് സമയത്തും തിമോത്തിയോസിനെ എൻകറേജ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കൂടെ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയെ തുല്യമായിട്ട് കണ്ടുകൊണ്ട്, ഒരേ പൊസിഷനിലായിട്ട് കൊണ്ടുകൊണ്ട് അവനെ അവസാനം കൂട്ടുവേലക്കാരൻ, സഹോദരൻ മാത്രമല്ല സ്വന്തം മകനെ പോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന അപ്പോസ്തലനായ പൗലോസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് കഷ്ടതയുടെ മധ്യത്തിൽ കൂടെ കടക്കുമ്പോഴും പൗലോസ് അപ്പോസ്തലന് തിമോത്തിയോസിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മകനെ എന്ന് പറയാനാണ് എന്ന് മാത്രമേ പറയുള്ളൂ. അവസാന സമയത്ത് അവനോട് പറയുകയാണ്, നീ പോരുമ്പോൾ എൻ്റെ പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും കൊണ്ടുവരിക എന്ന്. അങ്ങനെ തൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവരെ, തൻ്റെ കൂടെ അധ്വാനിക്കുന്നവരെ, തൻ്റെ കൂട്ടുവേലക്കാരെ, അവരെ തുല്യമായിട്ട് കാണുന്ന അപ്പോസ്തലനായ പൗലോസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് സാധാരണ കാണാത്ത ഒരു സ്വഭാവവിശേഷമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സ്വല്പം സീനിയറായാൽ, സ്വല്പം കഴിവുകളുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരെല്ലാം തന്നേക്കാൾ ഒന്നും അറിയാത്തവർ എന്നുള്ള ഭാവത്തോടു കൂടിയാണ് അനേകരും ഇന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. എന്നാൽ പൗലോസ് നമുക്കൊരു മാതൃകയാണ്. എത്ര ശ്രേഷ്ഠനായ ഈ ലേഖനങ്ങൾ മുഴുവനും എഴുതി, 16 ലേഖനങ്ങൾ എഴുതിയത് പൗലോസാണ്. ഒരു ലേഖനം പോലും തിമോത്തിയോസ് എഴുതിയിട്ടില്ല. മിഷനറി യാത്ര പൗലോസാണ് കൂടെ കൊണ്ടുപോയതാണ്. എന്നാൽ കർത്താവ് തിമോത്തിയോസിനെ നോക്കുന്നത് പോലെ തന്നെ പൗലോസ് തിമോത്തിയോസിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, എൻ്റെ കൂട്ടുവേലക്കാരനായ തിമോത്തിയോസ് അവനെ എന്നെപ്പോലെ തന്നെ അവൻ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന തിമോത്തിയോസ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നതായിട്ടും, അവനെ ഒരു മകനെ പോലെ സ്നേഹിക്കുകയും കരുതുകയും അവനെ ശാസിക്കുകയും ശിക്ഷിക്കുകയും അവന് വേണ്ടി ആലോചനകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന പൗലോസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു മാതൃക പിൻപറ്റുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.